ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു വെറൈറ്റി ഫുഡ് ഉണ്ടാക്കിയല്ലോ. എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ചക്ക ബിരിയാണി ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ചക്കയാണെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 1.5 കിലോ എല്ലാണ് എടുത്തിരിക്കുന്നത്. അത് നെയ്യോട് കൂടിയ എല്ലാണ്, നല്ല ടേസ്റ്റാകും. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഇതിനൊരു 2 സവോള, പിന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് കൂടെ ഇടാം. അത് ഞാൻ പിന്നീടാണ് അതിട്ടത്. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചിട്ട് നമ്മളിത് ചീനിച്ചട്ടിയിലേക്ക് കടുക് വറുത്തിട്ട് അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കണം. തേങ്ങാക്കൊത്ത് ഇടുമ്പോൾ ഒരു ടേസ്റ്റാണ് നമുക്ക് അതിനകത്ത് കടിക്കാനായിട്ട്. അത് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എരിവ് കൂടെ ചേർക്കാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടുതലുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാനത് കുറച്ച് വെള്ളം പറ്റിയത്. ബേ ലീവ്സും ഒക്കെ അതിനകത്ത് പിന്നീട് നമുക്ക് മസാലയൊക്കെ കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ട്, പിന്നെ ചക്ക വേവിച്ചതിനകത്ത് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ, മഞ്ഞളും കൂടെ എല്ലാം കൂടെ ഇട്ട് നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് അത് ചക്കയ്ക്കകത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി, അത് ചെറിയ ഒരു ആവി വന്നു, അത് ഒത്തിരി വേകാതെ കുറച്ച് ആവി വന്ന ശേഷം നമുക്ക് ഈ ചക്ക വെന്ത് കിടക്കുന്ന ആ എല്ലിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് ഇളക്കി ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ തന്നെ ഇതെല്ലാം നല്ല സെറ്റാകുന്നുണ്ട്. അപ്പം വെന്ത് നല്ല പരുവാകും. നല്ല ടേസ്റ്റാണ്. നിങ്ങളിനി ഇതുപോലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.